ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവാം. അപ്പം ഞാൻ അയച്ചെന്ന PDF-ൻ്റെ അകത്ത് ഇനി ബാക്കിയുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഈ 20 വരെയുള്ള നമ്മൾ ഇതുവരെ ചെയ്ത ഗോസ് എലിമിനേഷനും കൺസിസ്റ്റൻസി കണ്ടുപിടിക്കാനും റാങ്ക് കണ്ടുപിടിക്കാനുള്ള പല ക്വസ്റ്റ്യൻസ് ആണ്. സെയിം രീതിയിൽ തന്നെ ആ എല്ലാ പ്രോബ്ലവും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അത് ഇരുന്ന് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. പ്രൊസീജിയർ സെയിം തന്നെയാണ്. ഞാൻ നേരത്തെ പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ നമുക്കിനി അതിനകത്ത് തന്നെ കുറച്ച് വേറെ രീതിയിൽ ചോദിക്കുന്ന 2-3 ക്വസ്റ്റ്യനും പിന്നെ വെക്ടറിലോട്ടും പോവാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് ഒരു വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ലാംഡ ആൻഡ് മ്യൂ ഫോർ വിച്ച് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഹാസ് 1 നോ സൊല്യൂഷൻ, എ യുണീക് സൊല്യൂഷൻ, 1 പാരാമീറ്റർ ഫാമിലി സൊല്യൂഷൻസ്, ഫൈൻഡ് ദ സൊല്യൂഷൻ വെൻ ദേ എക്സിസ്റ്റ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ വാല്യൂസ് മ്യൂവും യു ഇവിടെ ഒരു ലാംഡയും മ്യൂവും തന്നിട്ടല്ലോ, ഇത് വെച്ചിട്ട് വാല്യൂസ് നമ്മുടെ എന്ത് വാല്യൂസ് ഇട്ട് കൊടുത്താൽ നമുക്ക് നോ സൊല്യൂഷൻ ആവും, യുണീക് സൊല്യൂഷൻ ആവും, 1 പാരാമീറ്റർ ഒറ്റ സൊല്യൂഷൻ ആവും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആദ്യം തന്നെ എൻ്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതി. എന്നിട്ട് സാധാരണ ഞാൻ എൻ്റെ ഗോസ് എലിമിനേഷൻ ചെയ്യുന്ന പോലെ ഇതിനെ റിഡ്യൂസ് ചെയ്യാൻ നോക്കും. 1 0 0 ആയിട്ട് ഞാൻ റിഡ്യൂസ് ചെയ്യാൻ നോക്കും. അപ്പൊ 1 ഇവിടെ 0 0, പിന്നെ 1 0 0, ഞാൻ എന്ത് ചെയ്ത് ഇവിടെ വരെ റിഡ്യൂസ് ചെയ്ത് വെച്ചു. അപ്പൊ ഇതാണ് എൻ്റെ ഓഗ്മെന്റഡ് മെട്രിക്സ്. ഞാൻ റിഡ്യൂസ് ചെയ്താൽ എനിക്ക് ഇതുവരെ ഇത് റിഡ്യൂസ് ആയി കിട്ടും. ഇതുവരെ ഒന്ന് വേണമെങ്കിൽ പോസിബിൾ റിഡ്യൂസ് ചെയ്ത് നോക്കിക്കോട്ടോ. അപ്പൊ ലാസ്റ്റ് എനിക്ക് ബോട്ടമിൽ ഇവിടെ ഒരു ലാംഡ -5ഉം പിന്നെ ഒരു മ്യൂ -9ഉം കിട്ടി. സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ എന്ന് വരണമെങ്കിൽ ഇവിടെ 0യും ഇവിടെ വേറെ എന്തെങ്കിലും, ഇവിടെ മ്യൂ 9 എന്ന് ലാംഡ -5 is equal to 0, ഇവിടെ 0യും വരണം, മ്യൂ -9 എന്നുള്ളത് 0യും വരരുത്. അപ്പോഴല്ലേ നമുക്ക് 0 is equal to 6ഓ 0 is equal to 5ഓ 10ഓ എന്നൊക്കെ വരത്തുള്ളൂ. വിച്ച് is not possible. അങ്ങനെയാണ് ദ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ എന്ന് നമ്മൾ എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് എ ബി ഷുഡ് നോട്ട് ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ. ഇവിടെ 0 വന്നാൽ റാങ്ക് ഓഫ് എ 2 ആവും, ഇവിടെ 0 വന്നില്ല എങ്കിൽ റാങ്ക് ഓഫ് എ ബി എന്താണ് 3 ആവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലെ സൊല്യൂഷൻ നോട്ട് പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പൊ എന്താണ്, ലാംഡ -5 is equal to 0യും മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ -9 നോട്ട് ഈക്വൽ ടു 0യിലുമാണ് എനിക്ക് എന്ത് നോ സൊല്യൂഷൻ കിട്ടുന്നത്. നോ സൊല്യൂഷൻ കിട്ടുന്നത് ലാംഡ -9 മ്യൂ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനിലാണ്. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ടിൽ അവർ ചോദിച്ചു ഒരു യുണീക് സൊല്യൂഷൻ. യുണീക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് എ ബി ഷുഡ് ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ. റാങ്ക് ഓഫ് എയും എ ബിയും ഈക്വൽ ആവണമെങ്കിൽ ഇത് രണ്ടും നോൺ സീറോ ആയാൽ മതി. എന്ന് പറയുമ്പോൾ ഇവിടെയും 0 ഇല്ല, ഇവിടെയും 0 ഇല്ല. അപ്പൊ റാങ്ക് ഓഫ് എ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും മാത്രമല്ലേ നോക്കുന്നത്. ഇത് 0 അല്ല എങ്കിൽ ഇത് റാങ്ക് ഓഫ് എ 3യും, ഇവിടെയും 0 അല്ല എങ്കിൽ റാങ്ക് ഓഫ് എ ബിയും 3 ആണ്. രണ്ട് ഈക്വൽ വരുന്ന കേസിലാണ് നമുക്ക് യുണീക് സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പം എന്താണ് യുണീക് സൊല്യൂഷൻ കിട്ടാൻ ലാംഡ -5ഉം നോട്ട് ഈക്വൽ ടു 0, അതുപോലെ മ്യൂക്ക് പിന്നെ ഏത് വാല്യൂ വേണം എടുക്കാം. മ്യൂ ഇവിടെ 0 അല്ല എങ്കിൽ പിന്നെ മ്യൂ 0 ആയാലും പ്രശ്നമില്ലല്ലോ. റാങ്ക് ഓഫ് എ ബി അപ്പോഴും നമുക്ക് എന്താണ് 3 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനത്തെ വരുന്ന സിറ്റുവേഷനിലാണ് നമുക്ക് യുണീക് സൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഇനി നെക്സ്റ്റ്, ദ സൊല്യൂഷൻ ഹാസ് 1 പാരാമീറ്റർ ഫാമിലി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് എ ഷുഡ് ബി ലെസ് ദാൻ എന്താണ് റാങ്ക് ഓഫ് എ ബി. സോറി മാറിപ്പോയി. 1 പാരാമീറ്റർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് എ ബി ഷുഡ് ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബട്ട് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ദ നമ്പർ ഓഫ് അൺനോൺസ്. എന്ന് പറയുമ്പോൾ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എ ഈക്വൽ ആയിരിക്കണം ആൻഡ് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 3. എന്ന് പറയുമ്പോൾ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും നമ്മൾ എന്താണ് 2 ആക്കിയാൽ മതി. 2 ആക്കാൻ ഞാൻ ഇതും 0 ആക്കണം, ഇതും 0 ആക്കണം. ഇത് രണ്ടും 0 ആക്കിയാൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ എന്താണ് റാങ്ക് ഓഫ് എ ബിയും 2 ആവും, റാങ്ക് ഓഫ് എയും 2 ആവും, വിച്ച് ഇസ് ലെസ് ദാൻ ദ നമ്പർ ഓഫ് അൺനോൺസ്. ആ രീതിയിൽ ചെയ്താലേ എനിക്ക് എന്ത് കിട്ടുള്ളൂ, എൻ്റെ റാങ്ക് സൊല്യൂഷൻ വിത്ത് 1 പാരാമീറ്റർ ഓഫ് ദ ഫാമിലി എന്നാവുള്ളൂ. ഞാൻ ഈ വരച്ചൊക്കെ എൻ്റെ മണ്ടയിലൊക്കെ ആയി പോയിട്ടുണ്ട്. PDF നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ 3 കേസസ്. ഇങ്ങനെ ആവുമ്പോഴാണ് എന്താണ് 1 പാരാമീറ്റർ ആവുന്നത്, യുണീക് സൊല്യൂഷൻ ആവുന്നത്, നോ സൊല്യൂഷൻ ആവുന്നത്. ഇങ്ങനെ ജസ്റ്റ് അവിടെ കണ്ടീഷൻസ് എടുത്ത് എഴുതാനേ ഉള്ളൂ. ഐ ഹോപ്പ് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന്.
അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലാംഡ ഫോർ വിച്ച് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട് will be consistent എന്ന് പറഞ്ഞാൽ എന്താ റാങ്ക് ഓഫ് എ ബി ഷുഡ് ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ അതായാൽ മാത്രമേ ദ സൊല്യൂഷൻ എന്താണ് കൺസിസ്റ്റന്റ് ആവും അതുപോലെ ഷോ ദാറ്റ് ഫോർ ഈച്ച് വാല്യൂ ഓഫ് ലാംഡ ഒബ്റ്റെയിൻഡ് ഇൻ പാർട്ട് 1 the system has one parameter family of solution and find these solutions. അപ്പോൾ എന്താണ് ആദ്യം തന്നെ ഞാൻ ഡോക്യുമെന്റഡ് മെട്രിക്സ് എഴുതി 1ന്റെ താഴെ ഇത് രണ്ടും 0 ആക്കാൻ നോക്കി ഇതും 1ഉം 0 ആക്കാൻ നോക്കി ഡയഗണൽസ് 1ഉം 0 ആക്കുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തു ഡോക്യുമെന്റഡ് മെട്രിക്സിനെ റിഡ്യൂസ് ചെയ്തു അപ്പോൾ എൻ്റെ റാങ്ക് ഓഫ് എ ബി ഷുഡ് ബി ഈക്വൽ ടു റാങ്ക് ഓഫ് മെട്രിക്സ് എ എന്നാൽ മാത്രമേ എന്താണ് എനിക്കിത് ഈക്വൽ ആവത്തുള്ളൂ അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ് അല്ലേ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അത് ഇപ്പം തന്നെ എനിക്കറിയാം 2 ആണെന്ന് അപ്പോൾ റാങ്ക് ഓഫ് എ ബി 2 ആയേ പറ്റൂ എന്നാലേ അതെന്താണ് കൺസിസ്റ്റന്റ് ആവത്തുള്ളൂ റാങ്ക് ഓഫ് എ ബി 2 ആവണമെങ്കിൽ ഈ ഒരു പോർഷൻ എന്ത് ചെയ്യണം 0 ആവണം എന്നാലല്ലേ റാങ്ക് ഓഫ് എ ബി 2 ആവും അപ്പോൾ ലാംഡ സ്ക്വയർ മൈനസ് 3 ലാംഡ പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0 അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു 1 or 2 ആണെങ്കിൽ 1 അല്ലെങ്കിൽ 2 ആണെങ്കിൽ എന്താണ് ദ സിസ്റ്റം ഇസ് കൺസിസ്റ്റന്റ് അതിന് നമുക്ക് അടുത്ത ഈ രണ്ട് കേസും കണ്ടുപിടിക്കാം ലാംഡ ഇസ് ഈക്വൽ ടു 1ഉം കണ്ടുപിടിക്കണം ലാംഡ ഇസ് ഈക്വൽ ടു 2ഉം കണ്ടുപിടിക്കണം അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു 1 ഇട്ട് കൊടുത്താലുള്ള ഓഗ്മെന്റഡ് മെട്രിക്സ് കിട്ടി അതിൽ നിന്ന് എന്ത് കിട്ടും എനിക്ക് എൻ്റെ ഇക്വേഷൻ കിട്ടും എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 1 വൈ പ്ലസ് 3 ഇസഡ് ഇസ് ഈക്വൽ ടു 0 അപ്പോൾ ഈ ഇക്വേഷനിൽ ഞാൻ എന്ത് ചെയ്യണം ഇസഡിന് ടി ഇട്ട് കൊടുക്കണം വൈനും എക്സിനും ടീൻ്റെ ടേംസിൽ കണ്ടുപിടിക്കണം നെക്സ്റ്റ് അതുപോലെ തന്നെ ഞാൻ ലാംഡയ്ക്ക് 2 ഇട്ട് കൊടുത്തു അതുപോലെ എക്സിന് ഇസഡിന് ടി ഇട്ട് കൊടുത്തു എക്സും വൈക്കും ഓരോ ടേംസിൽ ആൻഡ് ഇക്വേഷൻ കണ്ടുപിടിച്ചു അത്ര ഉണ്ടായിരുന്നുള്ളൂ ഈ ക്വസ്റ്റ്യൻ ഇത് കൺസിസ്റ്റന്റ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഓരോ വാല്യൂലും ഇതിൽ എന്താണ് ഇക്വേഷൻ വരുന്നത് ഇതായിരുന്നു ക്വസ്റ്റ്യൻ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ദ ഇക്വേഷൻ a plus b x plus y plus z is equal to a 3x plus 4y plus 5z is equal to b 2x plus 3y plus 4z is equal to c അങ്ങനെ നമുക്ക് 4 ഇക്വേഷൻ തന്നിട്ടുണ്ട് അപ്പം എനിക്കിവിടെ ഷോ എന്താണ് ചെയ്യേണ്ടത് എ ബി സി ഈക്വൽ ടു 1 കൊടുത്താൽ നോ സൊല്യൂഷൻസ് ആണ് എ ഈക്വൽ ടു ബി ബൈ 2 ഇസ് ഈക്വൽ ടു സി ഈക്വൽ ടു 1 കൊടുത്താൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ് ഈ രീതിയിൽ എനിക്ക് സോൾവ് ചെയ്യണം ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തു നേരത്തെ പോലെ തന്നെ എൻ്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് കണ്ടുപിടിച്ചു എന്നിട്ട് ഇവിടെ ഫസ്റ്റ് കേസ് എ ബി സി ഇസ് ഈക്വൽ ടു 1 ഇട്ട് കൊടുത്താൽ ഇവിടെ കിട്ടുന്ന മെട്രിക്സ് അപ്പോൾ എന്താണ് ഇവർ പറഞ്ഞ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ എന്ന് കാണിക്കാൻ റാങ്ക് ഓഫ് എ ബി ഷുഡ് നോട്ട് ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ അല്ലേ ഇവിടെ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 2ഉം റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് 3ഉം ആണ് അപ്പം എന്താണ് ഇത് ഈക്വൽ ആയപ്പം ഹാസ് നോ സൊല്യൂഷൻ അത് പ്രൂവ്ഡ് ആയി അതുപോലെ എ ഇസ് ഈക്വൽ ടു ബി ബൈ 2 സി ഇസ് ഈക്വൽ ടു 1 എന്ന് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്ത് മെട്രിക്സ് ഇട്ട് കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ ബിയും എ ഈക്വൽ ആണ് പക്ഷെ അത് ലെസ് ദാൻ ദ നമ്പർ ഓഫ് അൺനോൺസ് ആണ് അപ്പം എന്താണ് സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ് ബട്ട് ഇൻഫിനിറ്റ്ലി മാനി സൊല്യൂഷൻസ് ഉണ്ട് അപ്പോൾ അതും സോൾവ് ആയി അത് ജസ്റ്റ് പ്രൂവ് ചെയ്യാനായിരുന്നു ഇങ്ങനത്തെ ദിവസം നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രൂവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇങ്ങനെ സിമ്പിൾ ആണ് ഇതുള്ള തന്ന സാധനങ്ങൾ നമ്മൾ ഇട്ടാൽ മതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ കേസാണ് പാർട്ട് 1 ഓർമ്മയുണ്ടോ ഞാൻ ഹോമോജീനിയസിന് പറഞ്ഞാൽ ഹോമോജീനിയസിന് നിങ്ങൾക്ക് പൊതുവെ ചോദിക്കാൻ പോകുന്നത് ട്രിവിയൽ സൊല്യൂഷൻ ആണോ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ ഡു ദീസ് ഇക്വേഷൻസ് ഹാവ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്നാണ് ചോദിക്കുന്നത് നോൺ ട്രിവിയൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് എ മെട്രിക്സ് മാത്രമല്ലേ ആ എ മെട്രിക്സ് മാത്രം എഴുതി അതിൻ്റെ ഫുൾ റിഡ്യൂസ് ചെയ്തു അതിൻ്റെ റാങ്ക് വരച്ചു അപ്പോൾ എനിക്ക് എന്താണ് റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് അപ്പോൾ എന്താണ് ഇറ്റ് ഓൺലി ഹാസ് ട്രിവിയൽ സൊല്യൂഷൻ ഇതിന് വേറൊരു മെത്തേഡ് ഉണ്ട് ഡിറ്റർമിനന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ യുണീക്ക് സൊല്യൂഷൻ ഉള്ളൂ ഇല്ലെങ്കിൽ അത് ട്രിവിയൽ സൊല്യൂഷൻ എന്നാണ് ബട്ട് ആ മെത്തേഡിന് പകരം നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് തന്നെയാണ് നല്ലത് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നതിനെക്കാട്ടി ഇത് കണ്ടുപിടിക്കുന്ന എളുപ്പം ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്തോട്ടോ ഈ ഡിറ്റർമിനന്റ് എ ഇസ് ഈക്വൽ ടു 0 വന്നാലേ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉള്ളൂ അല്ലാതെ വേറെ എന്ത് വാല്യൂ വന്നാലും ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ട്രിവിയൽ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഇസഡിന് 0 അതാണ് ഇട്ടാൽ മാത്രമേ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവത്തുള്ളൂ അതിനായിട്ടോ ട്രിവിയൽ എന്ന് പറയുന്നത്
അതുപോലെ തന്നെ ഇതും ഒരു ഹോമോജീനസ്, ഇതും അതുപോലെ ട്രിവിയൽ ആണോ നോൺ ട്രിവിയൽ ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതുള്ള റാങ്ക് ഓഫ് എ is equal to rank of B ആണോ എന്നൊക്കെ നോക്കിയാൽ മതി. സോറി, റാങ്ക് ഓഫ് ബി അല്ല, ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെന്ന്. ഈക്വൽ ആണെങ്കിൽ അത് only trivial solution, ലെസ് ആണെങ്കിൽ ഹാസ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് ദ വെക്ടർ വി ഇസ് ഈക്വൽ ടു, ഇതിന് വെക്ടേഴ്സിന്റെ ആണ്. ആക്ച്വലി വെക്ടേഴ്സ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ എടുക്കാം.